ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 119:18. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിനു എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവമേ എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് ദാവീദ് രാജാവ് പറയണ ദൈവമക്കളെ, കർത്താവിൻ്റെ വേദങ്ങൾ പഠിക്കണം. കർത്താവിൻ്റെ വേദങ്ങൾ അത്ഭുതങ്ങളുണ്ട് ദൈവമക്കളെ. അത് പലരും ഇന്ന് അറിയാണ്ട് പോകുന്നുണ്ട്. ആരും വേദം പഠിക്കുന്നില്ല. വേദം പഠിക്കാൻ വളരെ മടിയാണ്. എല്ലാവരും സെൽഫോൺ മൊബൈലിൽ കിട്ടിയപ്പോൾ എല്ലാവരും മൊബൈൽ കൈപ്പിടിച്ച് നടക്കുകയാണ്. മൊബൈലിൽ വരുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം എടുത്തു വെച്ച് ആരും ഇന്നത്തെ കാലത്ത് പഠിക്കുന്നില്ല. പഠിക്കണവർ ചുരുക്കം പേര് മാത്രമാണ്. ഹല്ലേലൂയാ. കർത്താവിൻ്റെ വേദം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിനു എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയാ. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് ദാവീദ് രാജാവ് പറയുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയാ. അത്ഭുതങ്ങൾ കർത്താവിനെ കാണണമെങ്കിൽ വേദങ്ങൾ പഠിക്കണം നന്നായിട്ട്. ഹല്ലേലൂയാ. വേദങ്ങൾ പഠിക്കാണ്ട് ഒരു മനുഷ്യനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല ദൈവമക്കളെ. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം. ഉൽപ്പത്തി വെളിപ്പാട് വരെ വേദം പഠിച്ച് ഹൃദയത്തിൽ ധ്യാനിച്ച് രാവും പകലും കർത്താവിനെ സ്തുതിച്ചും കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള മനുഷ്യനാണ് സ്വർഗരാജ്യത്തിൽ കടന്നു പോകുക. ഹല്ലേലൂയാ. അല്ലാണ്ട് നാം ഒരു ക്രിസ്ത്യാനിയാണ്, പാരമ്പര്യ ക്രിസ്ത്യാനി ആണ് എന്ന് പറഞ്ഞിട്ട് നടന്ന ദൈവം സ്വർഗത്തിക്ക് കൊണ്ടുപോകില്ല. ഹല്ലേലൂയ. വേദം പഠിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് അറിയണമെങ്കിൽ ഫുൾ ബൈബിൾ പഠിക്കണം ദൈവമക്കളെ. ഫുൾ ബൈബിൾ പഠിക്കാണ്ട് ഒരു മനുഷ്യനിക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. ദൈവവേദം നന്നായി പഠിക്കണം. അങ്ങനെയുള്ളവർക്കേ കടന്നു പോകാൻ കഴിയുള്ളൂ. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ആമേൻ.